ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഗൈസ്, ഇന്ന് ഞാൻ ബിഗിനേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. എക്സ്പെഷ്യലി ലേഡീസിന് വളരെ തരത്തിലുള്ള ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 1 ഡേ മുതൽ 1 മന്ത് വരേക്കുള്ള നിങ്ങളുള്ള ഒരു ഷെഡ്യൂൾസ് അതെങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ പറ്റി എല്ലാം ഫുള്ള് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ്ങിൽ പുതുതായിട്ട്, അതായത് കുറച്ച് ഗ്യാപ്പ് എടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കല്ല, പുതുതായിട്ട് ആദ്യമായിട്ട് ജിമ്മിലേക്ക് പോകുന്ന ആളുകളാണ് ഞാൻ പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ട് മെൻ്റലി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക. അതായത് ഞാൻ ആദ്യമായിട്ട് പോവുകയാണല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അതുപോലെ തന്നെ ഒരു എൻ്റെ ബോഡി ഇങ്ങനെയാണല്ലോ. അപ്പോൾ കൂടുതൽ തടിച്ച ആളുകളൊക്കെ ഉള്ള ചിന്തയാണ്, ഞാൻ ഭയങ്കര തടിയാണല്ലോ, ഈ തടി കുറക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ചിന്തകൾ. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഒരുപാട് സമയം എടുക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരുപാട് ചിന്തകൾ, വേണ്ടാത്ത ഒരുപാട് ചിന്തകൾ നമ്മളെ മൈൻഡിലേക്ക് കയറാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എല്ലാവരും ഇന്ന് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുള്ള ആളുകളാണെങ്കിലും, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഫിറ്റ്നസ് ഫീൽഡിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കാം, അവരും ഒരു ദിവസം ബിഗിനറായിരുന്നു. എല്ലാവരും ഒരു ദിവസം, ഞാനുൾപ്പെടെ എല്ലാവരും ഒരു ദിവസം ബിഗിനറായിരുന്നു. അതിൽ നിന്നാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇന്ന് ഏത് നിലയിലുണ്ടോ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പം നമ്മളതൊന്നും ചിന്തിക്കാതെ നമ്മളുടെ ഗോള് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ജിമ്മിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനറുമായി ഒരു കണക്ഷൻ വെക്കുക. കണക്ഷൻ മീൻസ് അവരുടെ അടുത്ത് നിങ്ങളെ കാര്യങ്ങൾ പറയുക. ഞാൻ ആദ്യമായിട്ടാണ് ജിമ്മിലേക്ക് വരുന്നത്, സോ എനിക്കതൊന്നും അറിയില്ല. ഒരുപാട് പേര് ട്രെയിനർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരട്ടെ. അതൊക്കെ ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ട്രെയിനർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരട്ടെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്, അത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു, പ്രത്യേകിച്ച് ആദ്യമായി പോകുന്ന ആളുകൾ ഒരിക്കലും മൈൻഡ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. ട്രെയിനർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരട്ടെ, ഞാൻ അങ്ങോട്ട് പോകില്ല. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നമ്മളുടെ ഗോൾ, അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ഇഞ്ചുറീസ് എല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവർക്ക് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ നല്ല രീതിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഫാറ്റ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ ആണോ, അല്ലെങ്കിൽ നമുക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ അടുത്ത് പറയുക. കൂടാതെ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള PCOD അങ്ങനെയുള്ള ഒരുപാട് ലേഡീസിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു 5 to 10 മിനിറ്റ് ഏതെങ്കിലും ട്രെഡ്മില്ല്, അതല്ലാന്നുണ്ടെങ്കിൽ സൈക്കിള്, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഫുൾ ബോഡി ആക്റ്റീവ് ആവുന്ന നിങ്ങളുടെ ആ തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കാർഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യുക. ആദ്യം ബ്രീത്തിങ് ഉൾപ്പെടെ വരുന്ന ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കൊരു ഫുൾ ബോഡി ചെയ്യാവുന്നതാണ്. ഞാൻ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫുൾ ബോഡി എക്സസൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫുൾ ബോഡി എക്സസൈസ് എങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂടാതെ തന്നെ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ബോഡി എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേരിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, ആദ്യ വീക്കിൽ തന്നെ ഒരുപാട് ഓവർ വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ആദ്യത്തെ ആഴ്ച, ആദ്യത്തെ 1 മാസം 2 മാസം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ പോസ്റ്റ് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രീത്തിങ് ലെവല് ഇൻക്രീസ് ആക്കുക, വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ടിനെ കുറിച്ച് പഠിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി റിയാക്ഷന്, അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആദ്യത്തെ 1 മാസം 1 ആഴ്ച എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ഓവർ വെയിറ്റ് ഒന്നും എടുക്കാതെയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിത് ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസം 3 മാസമോ അങ്ങനെ ഒരു ടാർഗറ്റ് വെക്കാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഡെയിലി റൊട്ടീനിൽ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു 1 hour ഞാൻ മാറ്റി വെക്കും എന്ന ഒരു ബോധത്തോടു കൂടി വേണം നിങ്ങൾ വരാനായിട്ട്.
എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു മാസം കൊണ്ട് ഞാൻ വയറ് കുറക്കാം, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് വയറ് കുറക്കാം. അങ്ങനെ ഒരു ഫോക്കസ് നല്ലതാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മളെ ഭക്ഷണ രീതിയും അതിനനുസരിച്ച് നമ്മൾ മാറ്റിയെടുക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഈ ഓവർ വെയ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാവുന്നൊരു കാര്യമാണ് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 വീക്ക് വരെയൊക്കെ പലർക്കും, ചിലപ്പോൾ ചില ആളുകൾക്ക് 3 വീക്ക് വരെ വന്നേക്കാം. ബോഡി പെയിൻ, മസിൽ പെയിൻ എന്തായാലും നിങ്ങൾ അത് ഉറപ്പിച്ചോ, നിങ്ങൾക്ക് എന്തായാലും മസിൽ പെയിൻ വരും. അതൊരിക്കലും വേറെ തരത്തിലുള്ള പ്രശ്നമല്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ബാമ് വരട്ടെ അല്ലെങ്കിൽ ചൂട് പിടിക്കുക അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ മസിലിന് ടെൻഷൻ കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് മസിൽ റിക്കവറി ഭാഗം പറ്റും, നമുക്ക് മസിൽ പെയിനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും അതിൻ്റെ പേര് പറയിടാവേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതൊരിക്കലും ബിഗിനേഴ്സിൻ്റെ മാത്രം കാര്യമല്ല. ഒരു 7 to 8 hours നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ സ്ലീപ്പ് ഉറപ്പ് വരുത്തുക. നിങ്ങൾ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങുന്നുണ്ടുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ അത് ഉറപ്പ് വരുത്തണം. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണത്തിൻ്റെ കാര്യം. നമ്മൾ ജിമ്മിലേക്ക് ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കര പേടിയാണ്. അയ്യോ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഭക്ഷണം മാത്രം. എൻ്റെ ഒരു രീതി അങ്ങനെ കേട്ടോ, ജീവിതകാലം മുഴുവൻ നമ്മൾ എന്താ പറയുക, ഈ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ കറക്റ്റ് അളവിൽ വാട്ടർ, എന്താ പറയുക ഫ്രൂട്ട്സ്, ആ രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം മുന്നോട്ട് പോവുകയില്ല. ഒരു ബിഗിനറെ സംബന്ധിച്ച് ഇപ്പോൾ കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ്റെ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു ഗോൾ, ഒരു ഫോക്കസ് ഉള്ളതുകൊണ്ട് അയാൾ ആ രീതിക്ക് പോകും, ഉറപ്പായിട്ടും പോകും. അതെല്ലാം ഒരു ബിഗിനർ അതുവരെയും നല്ല രീതിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന ഒരാൾ പെട്ടെന്നൊരു ഡയറ്റിലേക്ക് പോകുമ്പോൾ അത് ബോഡിയും റിയാക്ട് ചെയ്യും, മാത്രമല്ല അവരുടെ മൈൻഡും റിയാക്ട് ചെയ്യും. അപ്പോൾ അത് അധികകാലം മുന്നോട്ട് പോകില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കൺട്രോളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ഷുഗറൊക്കെ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഷുഗർ കുറച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് ഡയറ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്, നിങ്ങൾ ആദ്യം നിങ്ങളെ ഷുഗർ, ഓയിൽ ഫുഡ് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് അതിന് ശേഷം ഒരു 2 വീക്കിന് ശേഷം നമുക്ക് ഒരു പ്രോപ്പർ ഡയറ്റിലേക്ക് നമുക്ക് മാറാമെന്ന് ഞാൻ അവരോട് എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒരു കൺട്രോളിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രോട്ടീൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൺട്രോളിങ് കഴിഞ്ഞ ശേഷം നിങ്ങൾ പ്രോട്ടീൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എഗ്ഗ്, ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസുകൾ, വെജീസ്, ഇതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യിക്കുക. പ്രോട്ടീൻ ഫുഡ്സ് ഒരുപാടുണ്ട്, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫുഡുകളുണ്ട്. ഇപ്പോൾ നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫുഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഫുഡും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചുരുങ്ങിയതൊരു 2 ലിറ്റർ മുതൽ ഒരു 3 ലിറ്റർ വരെ നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് നമ്മൾ 2ാമത്തെ ആഴ്ച നമ്മൾ ഇതുപോലെ ഫുൾ ബോഡി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ 3ാമത്തെ ആഴ്ച മുതൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ട്രെയിനേഴ്സ് അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ചിലപ്പോൾ ചെസ്റ്റ് ട്രൈസ് അങ്ങനെ ഒരു രീതിക്ക് നമുക്ക് തരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പുഷ് പുൾ ലെഗ് ആ ഒരു രീതിക്ക് നമുക്ക് തരുമായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഇരുന്നാലും ആദ്യത്തെ ഒരു മാസത്തിന് ശേഷം നമുക്ക് ചിലപ്പോൾ വെയിറ്റ് കുറയുമായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇരുന്ന ആ ഒരു വെയിറ്റിൽ തന്നെ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ഒരു ലെവൽ തന്നെ നമുക്ക് പോകുമായിരിക്കും. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നാലും നമ്മളുടെ മൈൻഡ് ഡൗൺ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എനർജി ലെവലൊക്കെ നല്ല രീതിക്ക് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എനർജി ലെവലൊക്കെ ഇൻക്രീസ് ആവുന്നതാണ്. പലരും പറയാറ് ഒരു മാസത്തിന് ശേഷം ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ ഒരു ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ നമ്മളെ എനർജി ലെവലെല്ലാം ഭയങ്കര ഇൻക്രീസ് ആയിട്ടുണ്ട്, ഒരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് അങ്ങനത്ര നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. അല്ല നമ്മൾ ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ 5 കിലോ 10 കിലോ കുറക്കുന്നു എന്നൊരു രീതിക്ക് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ മൈൻഡ് ഡൗൺ ആവുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. പിന്നെ മെയിനായിട്ട് ഫാറ്റ് ലോസുള്ള ആളുകളോട്, തടി കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എവറിഡേ മോർണിംഗ് പോയിട്ട് ഈ ഒരു വെയിറ്റ് ചെക്ക് ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അത് ടോട്ടലി നിങ്ങളെ ഡൗൺ ആക്കുന്നു, നിങ്ങളെ മൈൻഡിനെ ഡൗൺ ആക്കുന്നൊരു കാര്യമാണ്. നിങ്ങളൊരു ഒരു ടാർഗറ്റ് വെക്കുക, ഒരു 15 ഡേയ്സ് ഒരു 20 ഡേയ്സ് നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക. ആ 20 ഡേയ്സിന് നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡിൽ ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഓരോ 20 ഡേയ്സിൽ ഒരു 1 മന്തിന് നമുക്ക് എന്തെന്ന് അറിയാം, നമ്മൾ ഫുഡ് കുറേശ്ശെ ഞാൻ പറഞ്ഞില്ല കൺട്രോളിൽ വരിക, കൺട്രോളിൽ നിന്ന് അതിലേക്ക് ചെറിയ ഡയറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ രീതിക്ക് സ്റ്റെപ്പായി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് ഒരു 20 ഡേയ്സിൽ നമ്മളെ വെയിറ്റ് ചെക്ക് ചെയ്യുക.
എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഓരോ ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ആ ഒരു സ്വഭാവം നമ്മൾ ഫുള്ളി സ്റ്റോപ്പ് ചെയ്യുക. അത് ശരിക്കും നമ്മളെ മൈൻഡ് ഡൗൺ ആക്കുന്നൊരു കാര്യമാണ്. പിന്നെ കൺസിസ്റ്റൻസി അത് ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരു ദിവസം 2 ദിവസം പോയി, പിന്നെ 4 ദിവസം പോയിട്ടില്ല, പിന്നെ വീണ്ടും 2 ദിവസം പോവുക. അത് നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള നിങ്ങൾ ജിമ്മിൽ പോക്ക് ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയി പോകണമെന്നില്ല, മതി ഒരു 3 ദിവസം പോയി നിങ്ങൾക്ക് ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക, പിന്നെ ആ 3 ദിവസം. പക്ഷെ ആ 3 ദിവസം പറയുന്നത് ഇനി വേണ്ട, നാളെ പോവുക, ഇന്നത്തേക്ക് പകരം നാളെ പോവുക, അങ്ങനെ ചെയ്യാതെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈമും പെടും, അതിൽ ദിവസവും പെടും. അത് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ 8 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8 മണിക്ക് നിങ്ങൾ ജിമ്മിൽ എത്തിയിരിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം 8 മണി, 9 മണി. അപ്പോൾ അതങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ അതൊരു കോംപ്രമൈസിങ് ആണ്. അങ്ങനെ നമ്മൾ ചെറിയ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ പിന്നോട്ട് പോകാനേ ചാൻസ് ഉള്ളൂ, നമ്മൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ക്ലോത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ജിമ്മിൽ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കംഫർട്ട് ലെവലുള്ള വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഇപ്പോൾ എക്സസൈസുകൾ നമ്മൾ ഫ്ലെക്സിബിലിറ്റി എക്സസൈസുകളൊക്കെ നമ്മൾ സ്ട്രെച്ചിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനും കൂടെ കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക. ഒട്ടും റെസ്റ്റ് എടുക്കാതെ, ഇപ്പോൾ തുടക്കമായിരിക്കും, അപ്പോൾ പെട്ടെന്ന് മസിലൊക്കെ ഉണ്ടാക്കുക, ഒരു ചെറിയൊരു ടൈം പീരീഡിലൊക്കെ പെട്ടെന്ന് മസിലൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും റെസ്റ്റ് കൊടുക്കാതെ, ഇപ്പോൾ 7 ദിവസം ജിം ഉണ്ടെങ്കിൽ ആ 7 ദിവസം ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ 6 ദിവസമാണുള്ളത് വെച്ചെങ്കിൽ 6 ദിവസം ജിമ്മിൽ പോവുക. അതായത് ബോഡിക്കൊട്ട് റെസ്റ്റ് കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ജിമ്മിൽ പോവുക. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. ബോഡിക്ക് നിങ്ങൾ കൊടുക്കുന്ന വർക്കൗട്ട്, നിങ്ങൾ കൊടുക്കുന്ന വ്യായാമം പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ അതിലുപരി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് റെസ്റ്റ്. അപ്പോൾ ആ റെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ട്രെയിനറുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ എത്ര ദിവസം ഈ മാസം ഞാൻ ജിമ്മിൽ വരണം, ആഴ്ചയിൽ ഞാൻ എത്ര ദിവസം വരണം, എത്ര മണിക്കൂർ ഞാൻ ചെയ്യണം, ഏതൊക്കെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളുടെ ട്രെയിനറുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ അപ്പോൾ ലേഡീസിന് പീരിയഡ്സ് ടൈമിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജിമ്മ് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡിപ്പെൻസ്, ഓരോ തരത്തിൽ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കാര്യമായിട്ടൊരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ജിമ്മിൽ പോകാവുന്നതാണ്. നിങ്ങൾക്ക് ലൈറ്റ് വർക്കൗട്ട് കാര്യങ്ങൾ, ജമ്പിങ് തരത്തിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാതെ ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് PCOD അതുപോലെ തന്നെ തൈറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രെയിനറെ എടുത്ത് നിങ്ങൾ പറഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ട്രെയിനർക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അതൊരിക്കലും നിങ്ങൾ പറയാൻ മടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ബിഗിനറുടെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുള്ളത്. ഞാൻ കൂടുതലും എസ്പെഷ്യലി ലേഡീസിനെ ആണ് ഞാനിതിൽ കൂടുതൽ ഉൾപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി കൂടാതെ തന്നെ ഞാൻ PCOD തൈറോയിഡ് ഇതൊക്കെയുള്ള ആളുകൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിഗിനേഴ്സിൻ്റെ വർക്കൗട്ടിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ ഇഞ്ചുറി ഉള്ളവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വീഡിയോസ്, ചെയ്യാൻ പാടില്ലാത്ത വീഡിയോസ്, അങ്ങനെ കുറച്ച് ഡിവൈഡുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലുള്ള നിങ്ങളുടെ ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സിനും, അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ടിപ്സുകൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ഇനിയും നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. ഭയങ്കര വെയിൽ വന്നു തുടങ്ങി. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ തെറിക്കാൻ നോക്കട്ടെ. ഓക്കെ, താങ്ക് യു.